അതെങ്ങനെ ഗുണം ചെയ്യും ശ്രീ ജോർജ് കുര്യൻ? ഇവിടെ കോടിക്കണക്കിന് രൂപ ഈ വിധത്തിൽ പലയിടത്തും കൈമാറ്റം ചെയ്യപ്പെടുന്നു, കള്ളപ്പണം ഏത് വിധത്തിലൊക്കെ പോകുന്നു ഒഴുകുന്നു എന്നൊക്കെ അറിയാം. അവിടെയാണ് ഒരുപക്ഷെ വളരെ സാധാരണക്കാരനെ ഇരിക്കുന്നത്, അവരിൽ ആ ഒരു 500 രൂപ ഉണ്ടാകുകയുള്ളൂ. ആ ഒരു 500 രൂപയിൽ ഒരു നിരോധനം ഏർപ്പെടുത്തുന്നത് അല്ല. നേരത്തെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഏതാണ്ട് 50 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം കേരളത്തിലുണ്ട് ഒരു വർഷമെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, നാണ്യപ്പെരുപ്പം കുറയാൻ ഇത് കാരണമാകും, വില കുറയാൻ കാരണമാകും. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അവിടെ ഞാൻ അതിന് എതിർത്ത് പറയുന്നില്ല. കള്ളപ്പണം വരുന്നുണ്ട്, അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അത് വെളുപ്പിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ശ്രീ ജോർജ് ജോസഫ്, നമ്മുടെ എക്കണോമിക്സ് വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണമാണ്. അതായത് ഈ കള്ളപ്പണം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, ആരും കൊണ്ടുപോയി വല്ല ചുരുങ്ങിയ പൈസ വല്ലതും മാറുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ വല്ല 500 1000 എവിടെയെങ്കിലും വഴി കൈമാറുകയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നത്, ഇത്തരത്തിൽ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നവർ ചിന്തിക്കുന്നത് ഇത് എങ്ങനെ വെളുപ്പിക്കാം എന്ന തരത്തിലായിരിക്കും. അവിടെയാണ് പീനോട്ട്സ് പോലെ നമ്മുടെ വിപണിയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ ഇത്തരത്തിൽ നമ്മളുടെയൊക്കെ കൈവശം ഇരിക്കുന്ന പണം അത് മരവിപ്പിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അത് തീർച്ചയായിട്ടും ഗുണമുണ്ടാകുന്നില്ല. കാരണം ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി ഒരു നടപടിയെടുത്ത ഒരു ഭരണാധികാരി ഒരുപക്ഷെ ലോകത്തുണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാണ്യപ്പെരുപ്പം കുറയുകയും വിലവർദ്ധനവ് കുറയുകയും സാധനങ്ങളുടെ വില കുറയുകയും അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ വളർച്ചാ നിരക്ക് കൂടുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ തിരികെ എത്താം ശ്രീ ജോർജ് കുര്യൻ. പാലക്കാട് നിന്ന് മനോജ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ മനോജ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം, ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനം? 12 മണിയോടുകൂടിയേ ഈ നോട്ടുകളൊക്കെ നിരോധനം ഉണ്ടാകൂ എന്ന് പറയുമ്പോഴും ഇപ്പോൾ തന്നെ എല്ലായിടത്തും ആരും നോട്ട് വാങ്ങാത്തൊരവസ്ഥയാണുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? എന്താണ് പറയാനുള്ളത് ശ്രീ മനോജ്? അതെ മാഡം, നാളെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കാനായി. നാളെ ഡേറ്റ് ആണ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല. അതായത് നിലവിൽ കയ്യിൽ പണമുണ്ടോ? ഈ 500 രൂപ 1000 രൂപയുടെ നോട്ടുണ്ടോ? കയ്യിൽ പണമുണ്ട്, ലോൺ എടുത്ത പൈസ ഉണ്ട്. പക്ഷെ ഇത് മാറാൻ നിർവാഹമൊന്നുമില്ല. അത് നാളെ ഇത് ഇന്ന് നൈറ്റ് 12 മണിയോടെ മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോഴാണോ വാർത്ത അറിഞ്ഞത്? ഇപ്പൊ ഞാന് വാർത്ത നോക്കിപ്പോ കരൽ നോക്കി പറഞ്ഞാണേ. അതായത് 12 മണിക്ക് ശേഷമാണ് ഇങ്ങനെ നിരോധനം എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ തന്നെ പലയിടത്തും ഈ പണം വാങ്ങുന്നില്ല. നാളെയാണ് ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം. യെസ്, നന്ദി. ഒരു +1 വിദ്യാർത്ഥിയാണ് നമ്മോട് സംസാരിച്ചത്. ശ്രീ ജോർജ് കുര്യൻ, കേട്ടിട്ടുണ്ടാകാം. ശരിയാണ്, തീരുമാനം ഒരുപക്ഷെ താങ്കൾ പറയുന്നത് പോലെ തന്നെ മനോഹരമായി നടപ്പാക്കപ്പെടുമെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അങ്ങനെ നടപ്പാക്കപ്പെടുകയില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളെ ഫീസ് കെട്ടേണ്ടവരുണ്ട്, ഒരുപക്ഷെ നാളെ വിവാഹ ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്. എന്തിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 500 രൂപ കൊണ്ടുവന്ന് നാളെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആയിരിക്കും ഒരാൾ ആ 500 രൂപ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുക. അവിടെ അതിന് വിലയില്ല. ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്, ഹോസ്പിറ്റലുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് കൗണ്ടറുകളിലും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ പമ്പുകളിലും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ, പക്ഷെ അവർക്കൊക്കെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാകും? ഈ 100 രൂപയുടെയും അല്ല 50 രൂപയുടെയും ഒക്കെ ചില്ലറകൾ എത്രത്തോളം ഉണ്ടാകും? ഒരു പെട്രോൾ പമ്പിൽ പോലും പലപ്പോഴും നമ്മൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 500 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എത്ര തവണ നമ്മളോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് ചില്ലറ ഇല്ല എന്ന്? ആ വിധത്തിൽ ഇങ്ങനെ വലിയൊരു കൂടുതൽ ആളുകൾ ആ വിധത്തിലേക്ക് എത്തുന്നു, കൂടുതൽ ആളുകൾ ഈ വിധത്തിൽ 500 രൂപ കൊണ്ട് കൊടുക്കുന്നു. അവിടെ ഹോസ്പിറ്റലിലായാലും പെട്രോൾ പമ്പിലായാലും ഒക്കെ എത്ര വരുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? അല്ല, അങ്ങനെ പറയുന്നതിന് ഞാനൊന്ന് മറുപടി പറയട്ടെ. തീർച്ചയായും. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ രാജ്യം ഒന്ന് തകർന്നു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. എന്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്, അത് നാളെ ഞാൻ എന്ത് ചെയ്യും? അല്ലല്ല, രാജ്യം എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ടൊന്ന് തകരണം, അതിന്റെ പേര് മോഡിയെ കുറ്റം പറയണം. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തില്, ഒരു പ്രതിസന്ധി കൊണ്ടായിരിക്കുമല്ലോ ഇത് ഉണ്ടാകുന്നത്. അപ്പോ
തീർച്ചയായിട്ടും അതുകൊണ്ട് 500 രൂപ കൊണ്ട് നാളെ എന്ത് ചെയ്യും? അല്ല, അവിടെ ശ്രീ ജോർജ് കുര്യൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരുപക്ഷെ ശ്രീ ജോർജ് കുര്യൻ ആ പറഞ്ഞ 15 ലക്ഷം നമ്മളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് അന്ന് കൊണ്ടുവരാനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അല്ലല്ല, 15 ലക്ഷത്തിന്റെ അല്ല, അതാണ് ആദ്യം നൽകിയ ഉറപ്പ്. അതാ ഇലക്ഷൻ മുമ്പേ നൽകിയ ഉറപ്പാണ്. അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും രാജ്യം രക്ഷപ്പെടാൻ പാടില്ല. രാജ്യം രക്ഷപ്പെടുകയും അതിന്റെ ഗുണം മോഡിക്ക് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതാണ്ട് നഷ്ടം ഉണ്ടാകും എന്ന രീതിയിലാണ് കേരളം ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. ക്രെഡിറ്റ് കാർഡും ATM ഒന്നും ഇല്ലാത്ത പട്ടിണി പാവങ്ങളാണ് ശ്രീ ജോർജ് കുര്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഉള്ളത്. ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ശ്രീ കൊല്ലത്തു നിന്നും ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേർന്നു. പേര് കിട്ടിയില്ല. ശാന്തകുമാർ. യെസ്, ശ്രീ ശാന്തകുമാർ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം താങ്കളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ധീരമായ ഒരു തീരുമാനം എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ കയ്യിൽ നിലവിൽ ഈ 500ന്റെ 1000ന്റെ ഒക്കെ പൈസ ഉണ്ടോ? 500ന്റെ നോട്ട് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ബാങ്കിൽ നിന്ന് 500ന്റെ നോട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം, ആ പൈസ ബാങ്കിൽ നിക്ഷേപിക്കാം. തീർച്ചയായും നാളെ താങ്കൾക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട്. നാളെ ഈ 500 രൂപ എവിടെയും കൊണ്ടു കൊടുത്താൽ എടുക്കില്ല അവർ. നാളെ ബാങ്കുമില്ല. ഓക്കെ, എന്ത് ചെയ്യും? എന്റെ കയ്യിൽ 100ന്റെ നോട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ നന്ദി. ഏതായാലും അദ്ദേഹത്തിന്റെ 100ന്റെ നോട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ 100ന്റെ നോട്ട് ഉള്ളത് കൊണ്ട് മോഡിയുടെ നല്ല തീരുമാനം എന്നുകൂടി ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ശ്രീ ദേവദാസ്, ഇവിടെ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് പോലെ ഈ ആ ഒരു തീരുമാനത്തെ പ്രശംസിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ന്യായീകരണത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ദേവദാസ്? ഈ ജോർജ് കുര്യൻ എന്താ അറിയാ, ഇപ്പൊ BJPന്റെ വെച്ചിട്ട് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഇങ്ങനത്തെ കള്ള പൈസ കിട്ടിയ ഫിനാൻസിൽ വേണം കേരളത്തിലെ BJP പോവാൻ. ആ ജോർജ് കുര്യനോട് ഒന്ന് ചോദിക്കേണ്ടത്, ലളിത് മോഡിനെ കള്ളപ്പണം തിരിമറിയാക്കിയിട്ട് ലണ്ടനിൽ കിടന്ന ലളിത് മോഡിനെ എന്തുകൊണ്ട് സേവ് ചെയ്ത്? അപ്പൊ രാജ്യരക്ഷ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് തകരാൻ വേണ്ടി നിൽക്കുന്ന കൈരളി TV എന്ന് പറയുന്ന ജോർജ് കുര്യൻ ലളിത് മോഡി കടന്നു, മല്ലയ്യ കടന്നിട്ട് കരീബിയൻ ഐലൻഡ്സിൽ പോയിട്ട് ക്ലബ്ബ് വാങ്ങിയിട്ട് കളിക്കുന്ന IPL കള്ളപ്പണത്തിന്റെ ചൂതാട്ട കേന്ദ്രമാണ്. അതിന് വോട്ട് ചെയ്തത് ശ്രീനിവാസന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ ഗുജറാത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായിട്ട് മോഡി ആയിരുന്നു, പിന്നെ അമിത്ഷാ ആയിരുന്നു. ഇപ്പൊ അമിത്ഷാന്റെ മോനാണ് ഈ കള്ളപ്പണത്തിന്റെ കളിയിൽ കളിക്കുന്നത്. ഈ BCCI IPL ആണ് കള്ളപ്പണത്തിന്റെ ഗ്രാസ് റൂട്ട്സ് എന്ന് പറഞ്ഞ 1.5 ലക്ഷം കോടിയാണ് ഒരു കൊല്ലം മറയുന്നത് എന്ന് പറഞ്ഞിട്ടും ജോർജ് കുര്യൻ അത് വലിയ പ്രശ്നമില്ല. 500 കോടി 1000 പാവം 500 രൂപയുള്ള സാധാരണക്കാരനെ പിടിച്ചപ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയിട്ട് അഭിമാനം ഉയർത്താൻ ഇൻക്രെഡിബിൾ ഇന്ത്യ ആക്കാൻ പോകുന്നത് ജോർജ് കുര്യ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അത് കാലാകാലം കോൺഗ്രസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ വിക്കി ലീഗ്സിൽ അമിതാഭ് ബച്ചനെ പനാമ ലീഗ്സിൽ പിടിച്ചില്ലേ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത? നിങ്ങൾ സ്വച്ഛ് ഭാരതിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ ആക്കിയത്? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ലളിത് മോഡിനെ എന്തുകൊണ്ടാണ് സുഷമ സ്വരാജ് സേവ് ചെയ്തത്? എന്തുകൊണ്ടാണ് വസുന്ധര രാജ സേവ് ചെയ്തത്? പേപ്പർ കമ്പനി ആക്കിയിട്ട് റൂട്ട് ചെയ്തത് വസുന്ധര രാജന്റെ മോനാണ്, ദുഷ്യന്താണ് MP. എന്തുകൊണ്ട് കീർത്തി ആസാദ് പറഞ്ഞു ജെറ്റ്ലിയും ഇതും ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ മുഴുവൻ കള്ളപ്പണത്തിന്റെ പേപ്പർ കമ്പനിയാണ് നടത്തുന്നതെന്ന്. അത് നിങ്ങൾ എൻ്റെ കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പം താക്കൂർ എന്ന് പറയുന്ന ജസ്റ്റിസ് താക്കൂർ നിന്നിട്ട് BCCIനെ പിടിക്കുന്നത് ഈ കള്ളപ്പണവും IPLന്റെയും പ്രശ്നമാണ്. അതാണ് നിങ്ങൾ തിരിമറിയാക്കാൻ അനുരാഗ് താക്കൂറിന്റെ കീഴിൽ നടക്കുന്നത്. IPL നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഈ പാവങ്ങളെ 500 ഇല്ല പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന മാറ്റിവെക്ക്. അത് വേറെ, അതിനെല്ലാം ഒരു സ്ലാബ് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട. ശ്രീ ജോർജ് കുര്യൻ വിശദമായി തന്നെ ഇതിന് മറുപടി പറഞ്ഞോളൂ. എന്തുകൊണ്ട് IPL അടക്കം ഇത്ര വലിയ കോടി കള്ളപ്പണം ഒഴുകുന്നു എന്നതൊക്കെ തന്നെയും പല ആവർത്തി ആരോപണം മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ അടക്കമൊക്കെ വന്നിട്ടുള്ള വിഷയമാണ്. ഇതൊന്നും തടയാതെ, കോടിക്കണക്കിന് രൂപയുടെ ഈ കള്ളപ്പണ വരവൊന്നും തടയാതെ ഈ സാധാരണക്കാരുടെ പോക്കറ്റിൽ കൈയിടുന്ന ഈ ഒരു തീരുമാനം മാറ്റിക്കൂടെ? ആ വിധത്തിലല്ലായിരുന്നു തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാണ് ശ്രീ ദേവദാസ് ചോദിച്ചത്. ശ്രീ ജോർജ് കുര്യൻ
യെസ്, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ജോർജ് കുര്യനിലേക്ക് വളരെ വേഗം എത്താം. സുനിൽ അരമാനൂർ ചേരുന്നുണ്ട്. ട്രിവാൻഡ്രത്തെ ഒരു ATM-ന്റെ മുന്നിൽ നിന്നാണ് സുനിൽ അരമാനൂർ, ഞങ്ങളുടെ റിപ്പോർട്ടർ, ചേരുന്നത്. സുനിൽ, എന്താണ് ഇപ്പോഴത്തെ ഒരു തലസ്ഥാന നഗരിയാണ്, നിരവധിയായ ATM-കളുണ്ട്. സുനിലിന്റെ പിന്നിൽ തന്നെ ഒരു വലിയ ക്യൂ തന്നെ കാണാൻ സാധിക്കും. നിരവധിയായ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണോ സുനിൽ? തീർച്ചയായും സൗമ്യ, വലിയൊരു ആശങ്ക തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൈക്കുഞ്ഞുങ്ങളുമായി ഇവിടേക്ക് ATM-ലേക്ക് പണം എടുക്കാനായി വരുന്ന അമ്മമാരെ ഉൾപ്പെടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ക്യൂ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റാച്യൂവിലെ SBTയുടെയും SBIയുടെയും ഒക്കെ ATM-ന് മുമ്പിലായിട്ട് ഉള്ളത്. ഇവിടെ പണം ഇടുന്നവരുണ്ട്, അതുപോലെ തന്നെ പണം എടുക്കുന്നവരുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് പരിസരത്തെ മറ്റ് ചില ബാങ്കുകളുടെ, സ്വകാര്യ ബാങ്കുകളുടെ ഒക്കെ ATM-ൽ 500 രൂപ, 1000 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആളുകൾ ഇത്തരത്തിൽ 100 രൂപ നോട്ട് എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും നാളെ അവരുടെ ഈ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട്, കാരണം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ചെലവിന് വേണ്ടി കയ്യിൽ പൈസ വേണം. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നത് അവരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തു നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ, വിദേശത്ത് നിന്ന് എത്തിയിട്ടുള്ള, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകളായി എത്തിയിട്ടുള്ളവരും പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം അവർക്ക് പുറത്തേക്ക് ടാക്സി വിളിച്ച് പോകണമെങ്കിൽ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇവിടെ ഈ പണം എടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. പലരും പണം കിട്ടാത്തതിനെ തുടർന്ന് തിരിച്ച് മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു കാര്യം സൗമ്യ, പ്രത്യേകിച്ച് ഇത് സിറ്റി മേഖലയിൽ നിന്നുള്ള ആളുകൾ വാർത്ത കാണുകയും അത്തരത്തിൽ വരുന്നതും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഈ വലിയൊരു ക്യൂ ഉണ്ട്. പക്ഷേ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ദുരിതം നാളെ അനുഭവിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ATM സംവിധാനം ഇല്ലാത്ത മേഖലകൾ, അതുപോലെ തന്നെ ഈ വാർത്ത ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ചില മേഖലകൾ, അവർ രാവിലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഈ ഒരു സാഹചര്യം അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു വലിയൊരു ആശയക്കുഴപ്പത്തിൽ ആകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി വരുന്നത്. തീർച്ചയായും സുനിൽ, ഇപ്പോൾ ATM-കളിൽ നിന്നുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? അതായത് പലയിടങ്ങളിലും നേരത്തെ തന്നെ സുനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, പലയിടത്തും 500-ന്റെ 1000-ന്റെ നോട്ടുകളേ ഉള്ളൂ, 100-ന്റെ നോട്ടുകളൊന്നും ഇല്ല. ഒപ്പം തന്നെ പൈസ തീരാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ഈ തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും. കാരണം തിരുവനന്തപുരത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 ബാങ്കുകളിൽ തന്നെ ഇപ്പോൾ, അതായത് അത് പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരുടെ ATM-ൽ ഇപ്പോൾ പണം തീർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. മറ്റ് ചില ATM-കളിൽ SBTയുടെ തന്നെ മറ്റ് ചില, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അകത്തിരിക്കുന്ന എല്ലാം വളരെ ദിവസവും ട്രാൻസാക്ഷൻ വളരെ കൂടുതൽ നടക്കുന്ന ATM-കളാണ്. ഇവിടെയൊക്കെ പണം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് 100 രൂപ നോട്ട് തന്നെ കൂടുതലായി എടുക്കുന്നതുകൊണ്ട് അടുത്ത് പിന്നെ വരുന്ന ആളിന് 100 രൂപ കിട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണമെന്നറിയാതെ മറ്റേ ATM-ലേക്ക് പോകുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ ഓരോ ATM-ൽ നിന്നുള്ള ആളുകളുടെ ഒരു ക്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ ATM-ൽ വളരെ അടിയന്തരമായി നാളെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നടത്തേണ്ടവരായിരിക്കും അവരതിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്, പൈസ എടുക്കാൻ വന്നവര്? തീർച്ചയായും ഏതായാലും നമുക്ക് അവരോട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? പൈസ കയ്യിൽ ഇല്ലാത്തൊരു പല ആൾക്കാരും കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് ഇതിനെ? അതായത് ഇത് വളരെ താമസിച്ചാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് സാധാരണക്കാർക്കാണ്. കള്ളപ്പണം വെളുക്കാതിരിക്കുക എന്നുള്ളതല്ല, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കാണ് ഇത് അറിഞ്ഞത്. ഇപ്പം നാളത്തെ ചിലവിന് വേണ്ടി ഇന്ന് കയ്യിരിക്കണ 500 രൂപ തികയുന്നില്ല, ഇവിടെ 100 രൂപ ഒരു പക്ഷേ തീർന്നിട്ടുണ്ടാവാനാണ് സാധ്യത. ഞാൻ വേറൊരു ATM-ൽ പോയിട്ടാണ് വന്നത്, അവിടെ 100 രൂപ ഇല്ല. അതെ, ഈ ഒരു അവസ്ഥ പല ATM-കളിലും ഉണ്ട്. ഈ സുഹൃത്ത് പറഞ്ഞതുപോലത്തെ അവസ്ഥ പല ATM-കളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ പല ATM-കളിലും പണം തീർന്നു വരുന്ന ഒരവസ്ഥയും സംജാതമായിട്ടുണ്ട്. നാളെ പത്രവാർത്ത വരുമ്പോൾ ഇതിനകത്ത് ആളുകൾ കൂടുതൽ ആശങ്കപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ, തലസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ ഇപ്പോൾ 500 1000 രൂപയുടെയും നോട്ട് കൊടുത്തുകൊണ്ട് ഇവർ പെട്രോൾ അടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം സൗമ്യ, ഇപ്പോൾ 1000 രൂപ ആണ് എടുക്കുന്നതെങ്കിൽ, 100-ന്
നോട്ട് വേണമെങ്കിൽ 1000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ 1000-ന്റെ ഒറ്റ നോട്ടായിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത് അതറിയാൻ പറ്റത്തില്ല. കാരണം 100-ന്റെ നോട്ടുകൾ വരണമെങ്കിൽ അതിപ്പോൾ 900 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു കാർഡിന് ഒരു ദിവസം ഉപയോഗിക്കേണ്ട ട്രാൻസാക്ഷൻ പരിധിയുണ്ട്. അത് അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുദ്ദേശിച്ച പൈസ അവർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പല സ്ഥാപനങ്ങളുടെ ജീവനക്കാരും അത്തരത്തിൽ വരുന്നുണ്ട്. ഈ പണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴാണ് വരുന്നത്. കാരണം നാളെ അവരുടെ ചെലവിന് വേണ്ടി പണം വേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് തന്നെ അവർ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എത്താം. ഏതായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ. ഒന്ന്, കൊല്ലം കോളയത്തോട് പെട്രോൾ പമ്പിൽ പെട്രോൾ കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഒരു അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് 50,000 രൂപ കെട്ടിവെക്കണമായിരുന്നു. ഈ ഒരു പൈസ വിഷയത്തിൽ, അതായത് 500,000 രൂപയുടെ നോട്ടിന്റെ വിഷയത്തിൽ ആ ഹോസ്പിറ്റലും ആ പണം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വരുന്നത്. അതായത് ഹോസ്പിറ്റലുകൾ, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ സ്റ്റോറിലൊക്കെ തന്നെ, അല്ലെ പെട്രോൾ പമ്പിലൊക്കെ തന്നെ ഈ 500,000 സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവരാരും ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആ പണം മാറേണ്ട ഉത്തരവാദിത്തം ആ ഹോസ്പിറ്റലുകാർക്ക് അല്ലെങ്കിൽ ആ കൺസേൺഡ് ആൾക്കാർക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് മുരളീധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മുരളീധരൻ, ഇപ്പോഴത്തെ ഒരു തീരുമാനം എങ്ങനെയാണ് താങ്കളെ ബാധിച്ചിട്ടുള്ളത്? അതിന് താങ്കൾക്ക് പറയാനുള്ള കാര്യം എങ്ങനെയാണ്? ശ്രീ മുരളീധരൻ, എന്റെ ചോദ്യം കേട്ടു എന്ന് കരുതുന്നു. യെസ്, ഏതായാലും നിരവധിയായ പ്രേക്ഷകരാണ് ഈ വിധത്തിൽ അവരുടെ ആശങ്കകൾ വിളിച്ച് ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളും അത്ര ശുഭകരമല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ വഴിയൊക്കെ പണം മാറാമെന്ന് പറയുന്നുണ്ടെങ്കിലും നാളെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതല്ല. ഒപ്പം തന്നെ അതിഥികളിലേക്ക് തന്നെ പോകുകയാണ്. ശ്രീ ദേവദാസ്, ഇവിടെ പക്ഷേ ചില സംശയങ്ങൾ ഇതുപോലെ ഉയരുന്നത്. ഇനിയിപ്പോൾ 500-ലും 1000-ലും മാത്രമാണ് ഈ വിധത്തിൽ കള്ളനോട്ടുകൾ ഉള്ളത്, അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ വമ്പൻ ആളുകളൊക്കെ തന്നെയും IPL പോലെ അല്ലെങ്കിൽ ആ വിധത്തിൽ പീനോട്ട്സ് പോലെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ തിരിയും. അതിനുമപ്പുറത്തേക്ക് ഇവിടെ ഒരുപക്ഷെ മറുഭാഗത്ത് ഈ വിധത്തിൽ 100 രൂപയുടെ കള്ളനോട്ടിനോട് വലിയൊരു സാധ്യത കൂടി ഉണ്ടാകുന്നില്ലേ? ആ വിധത്തിൽ കൂടി ഒരുപക്ഷെ കാണേണ്ടതല്ലേ? അതിനെ ചെറുതാക്കി കാണാൻ സാധിക്കുമോ? എന്നോടാണോ ശ്രീ ദേവദാസ്? സൗമ്യ, എന്നോടാണോ? ഇത് തന്നെയാണ്. എന്തൊരു സിറ്റുവേഷനാ നോക്കിയ. എന്നാ ഒരു 6 മണിക്കെങ്കിലും പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് 9 മണിക്ക് ഈ ഒരു വിവരം വരുന്നു. മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങുന്നു. അച്ഛനമ്മമാർ മക്കളെ വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങുന്നു. ചെറിയ കുട്ടികളെ വീട്ടിൽ വെച്ച് നെട്ടോട്ട് ഓടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ പറഞ്ഞു, അതൊന്നും ജോർജ് കുര്യൻ്റെ ഒന്നും തലയിലും ചെവിയിലും എത്തുന്നില്ല. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചേ. പെട്രോൾ പമ്പ് ഇനി എടുക്കൂല. ഇനി പോസ്റ്റ് ഓഫീസിൽ 10 രൂപയ്ക്ക് ചേഞ്ച് തരാൻ വരാത്ത പോസ്റ്റ് ഓഫീസിൽ എത്ര 100 രൂപയാണ് നാളെ വെക്കും? നാളെ ഇനി ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ സംഘർഷമായിരിക്കും. അതൊന്നും ഇവർ മുന്നിൽ കാണുന്നില്ല. ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവർ ക്യാൻസറിന് പ്ലാസ്റ്റർ ഇട്ട് അമർത്തിയോണ്ടാണ് ഇത് പറ്റിയത്. ഇപ്പാണ് അവർക്ക് അതിൻ്റെ ഭീകരത തിരിഞ്ഞത്. എന്നാലും ഇവർക്ക് ടെസ്റ്റ് സീരീസും IPL-ഉം കളിച്ചുകൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഈ ആൾക്കാരെ പിടിച്ചിട്ട് കുറേ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അതിന് കുരക്കുന്ന കുറേ, അതാണ് പട്ടേൽ മാറിയെല്ലാം RBI ചീഫാക്കി വെച്ചത്. രഘുറാം രാജനെ മാറ്റിയ തന്നെ ഇങ്ങനത്തെ കുറേ ബിഡ് ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ആഫ്റ്റർ ലെഫ്റ്റ് ഓവർ ബാർക്കിംഗ് ഇതിന് വേണ്ടിയിട്ട് ആക്കിയ കുറേ എണ്ണം ഉണ്ട്. ഈ തുഗ്ലക്കാൻ മെത്തേഡ്സിൽ ഇപ്പോൾ ഗ്രീസിൽ ഞങ്ങൾ കണ്ടിരുന്നു ഇങ്ങനത്തെ ഒരു ഇൻഫ്ലേഷൻ വന്നപ്പോൾ. അപ്പോൾ ഗ്രീസ് ഗവൺമെൻറ് എങ്ങനെ കടന്നു? ഇങ്ങനത്തെ ഒരു മെത്തേഡ് ആയെങ്കിലും വേറെ കുറേ സെറ്റ് പാറ്റേൺസ് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരും ഇവരെ മന്ത്രിമാരും കോർപ്പറേറ്റും എല്ലാം കള്ളപ്പണവും വെളുപ്പിച്ച് കുറേ ആക്ടേഴ്സും കളിക്കാരും എല്ലാം വെളുപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുക, അതിന് ഒത്താശ ചെയ്യുക. എന്നിട്ട് അതൊരു ഭീകരമായ ഈ വ്രണം പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ സാധാരണക്കാരന് ഇനി ഞാൻ എങ്ങനെ ഈ ചാനലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്ന് ഇപ്പം നോക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എയർപോർട്ടിൽ വന്ന ആളെ കാര്യം, ടൂറിസ്റ്റുകളുടെ കാര്യം, കൂലിക്കാരുടെ കാര്യം, അന്യദേശ തൊഴിലാളികളുടെ കാര്യം, എന്താണ് അവർ ചെയ്യുക?
അവരെയും കാത്തി അവരെ മണി കാത്തിട്ട് എത്രയോ ബാങ്കിൽ അമ്മമാരും പെങ്ങന്മാരും ഒറീസയിലും ബംഗാളിലും ബീഹാറിലെല്ലാം നിൽക്കുന്നു. അവരെന്ത് ചെയ്യും? ഇവിടെ എന്താണ് ഈ ബേസിക്സിലുള്ള തകരാറ്? കള്ളനോട്ട് പിടിക്കുന്നു പറഞ്ഞിട്ട് വന്ന് കള്ളപ്പണക്കാർക്ക് ഒത്താശ ചെയ്ത് മല്ലയ്ക്കും ലളിത് മോഡിക്കും കൊട പിടിച്ച് ഇപ്പോഴാണ് തിരിയുന്നത്, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡ് അംബാസിഡർ വന്നിട്ട് ടി വിയിലെ പറയുന്നത്, വാർ സിറ്റുവേഷനിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ വാർ സിറ്റുവേഷനിൽ പോലും 71 പോലും കാണാത്ത ഒരു സിറ്റുവേഷൻ ഇന്നതാ സാധാരണക്കാരെ നെട്ടോട്ട് ഓടുന്നത്. ഇനി എത്ര 100 രൂപയുണ്ടാവും? ഇപ്പോൾ 12 മണിക്ക് മുമ്പേ പെട്രോൾ പമ്പൊന്നും അത് എടുക്കില്ല. അപ്പോൾ പലയിടത്തും സംഘർഷം. പല ഹോസ്പിറ്റലിൽ ഇപ്പം പറഞ്ഞില്ലേ, ഒരു രോഗി എന്ത് ചെയ്യും? മക്കൾക്കെല്ലാം കൊടുക്കേണ്ട 50,000 അഡ്മിഷൻ. ബാംഗ്ലൂർ പോണ്ടേ, ബോംബെ പോണ്ടേ ആള്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ബോംബെയിൽ നാളെ പോണ്ടേ, അവന് ATM വെച്ചിട്ടാ കളിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാ? ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, പക്ഷേ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ താങ്കൾ പറയുകയുണ്ടായി ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം, നേരത്തെ ചെറിയ സൂചനകളും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ പുതിയ RBI ഗവർണർ അധികാരമേറ്റതിന് ശേഷം ഉണ്ടായ ഈ ഒരു തീരുമാനത്തെ ഒരുപക്ഷെ ആ വിധത്തിൽ നേരത്തെ ശ്രീ ദേവദാസ് വിമർശിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ അവിടെ RBIക്ക് വലിയൊരു ഉത്തരവാദിത്തമില്ലേ? ആ വിധത്തിൽ RBI ഇടപെട്ടിട്ടുണ്ടാകാമെന്ന് കരുതുന്നുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പണവ്യവസ്ഥയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറൻസിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അതിനകത്ത് നമുക്കറിയാം കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്ക് ഗവർണറുടെ ഉറപ്പിലാണ് നമ്മൾ ആ നോട്ടിന് ഒരു മൂല്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് നയപരമായൊരു കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാം എങ്കിലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തെ കാണാതെ, യഥാർത്ഥത്തിലുള്ള രോഗത്തെ ട്രീറ്റ് ചെയ്യാതെ ചില രീതിയിലുള്ള ചില ലൊട്ടിലൊടുക്ക് ലാടവൈദ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പരിപാടികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു കാര്യം, ശ്രീ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയാൻ കഴിയില്ല. അവരെങ്ങനെയാണിത് പറയുന്നത്? ജനങ്ങളുടെ മുമ്പിൽ തന്നെയല്ല അവരും പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതാണോ ഈ അർദ്ധരാത്രി 12 മണിയായപ്പോൾ 12 മണി അടുക്കുമ്പോൾ കൈക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ റോട്ടിലിറങ്ങി ATMൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കലാണോ? അവർ കിടന്നുറങ്ങേണ്ട ആളുകളല്ലേ? നാളെ കാലത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങേണ്ട ആളുകൾ ഇപ്പോൾ ഈ അർദ്ധരാത്രിക്ക് ATMൻ്റെ മുമ്പിൽ പോയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് രാജ്യത്തെ രക്ഷിക്കലാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളെന്താ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള ആഗ്രഹമാണോ എന്നുള്ള ചോദ്യം പോലും ഇങ്ങോട്ട് ഉന്നയിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ അതിന് പറയുക? എങ്ങനെയാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്? കാരണം ഈ രാജ്യത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ പറയാം സൗമ്യ, ഇതിനകത്ത് ഏറ്റവും രസകരമായൊരു കാര്യം, 1.5 ലക്ഷം കോടി രൂപയുടെ കടം നമ്മുടെ ബാങ്കുകൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എഴുതി തള്ളിയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ള വായ്പ ഇത് 1.5 ലക്ഷം കോടി രൂപയാണ്. 50,000 25,000 രൂപ കടമെടുത്ത ആൾ അത് തിരിച്ചടയ്ക്കാനില്ലാതെ കർഷകൻ ഇവിടെ തൂങ്ങിച്ചാവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് അടുത്ത് ചോദിച്ചു, വിവരാവകാശ നിയമപ്രകാരവും മറ്റു പല രീതിയിലും ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്? റിസർവ് ബാങ്കിനോടും ചോദിച്ചു. 1.5 ലക്ഷം കോടി രൂപ ബാങ്കുകൾ എഴുതി തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ പൈസയല്ലേ ബാങ്കിൽ കിടക്കണേ. ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയ പൈസ ഉണ്ടെന്ന് നടത്തണമല്ലല്ലോ ബാങ്കുകൾ. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഫണ്ടും പണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ആ ഫണ്ട് ലൂട്ട് ചെയ്തത് ആരാണ് തിരിച്ചടയ്ക്കാതെ ഈ പണം കൊള്ളയടിച്ച് കൊണ്ടുപോയതെന്ന് അറിയാനുള്ള അവകാശം പോലും ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ലേ? ആ അവകാശം പോലും ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. ആ ലിസ്റ്റ്, ബെനിഫിഷ്യറി ലിസ്റ്റ്, ആരൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? അപ്പോൾ പേര് പറയുമ്പോൾ വമ്പന്മാരുടെ, റിലയൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളുടെ പലരുടെയും പേര് പറയേണ്ടവരും. അത് പറയാനുള്ളൊരു താല്പര്യക്കുറവ്, അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ആ അറിയാനുള്ള അവകാശം പോലും നിഷേധിച്ചിട്ട് ഈ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്ത് കിടക്കുന്ന എല്ലാ പൈസയും, മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും ഒക്കെ അവിടെ നിക്ഷേപമുണ്ട്, അവരുടെയൊക്കെ പൈസ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇടും. നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷം 5 ലക്ഷം ഇതൊക്കെ എല്ലാവരുടെ അക്കൗണ്ടിൽ ഇട്ട് തരും എന്ന് പറഞ്ഞാൽ ആളുകൾ ചെയ്യുന്നത് ഇപ്പം ഇതാണ്. ഇപ്പം അവരുടെ മുമ്പിൽ കണ്ടേക്കുന്ന ഒരു മാർഗമാണ് നോട്ട് അങ്ങോട്ട് പിൻവലിക്കുക. ഈ 500-ൻ്റെ 1000-ൻ്റെ നോട്ട് പിൻവലിക്കുന്നതോടുകൂടി രാജ്യം മുഴുവൻ രക്ഷപ്പെടും. അങ്ങനെ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ ഈ രാജ്യം രക്ഷപ്പെടും എന്ന് സമ്മതിക്കുകയാണെങ്കിൽ 5 രൂപ പോലുള്ള എല്ലാ നോട്ടും പിൻവലിച്ചോട്ടെ.
അതിൽ യാതൊരു സംശയവുമില്ല. രാജ്യം രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ എല്ലാ കറൻസിയും പിൻവലിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കും. പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല. ഈ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ കുറേ ഒരു വിഭാഗം വരുന്ന മൂലധന ശക്തികളാണ്, പണാധിപത്യ ശക്തികളാണ്. ആ പണാധിപത്യ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് ഭരണകൂടവും ഗവൺമെന്റും. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഒപ്പം തന്നെ ശ്രീ ദേവദാസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്ന് 2 മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഏതാണ്ട് നമ്മുടെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം ആളുകളും ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ATM-കളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ATM പോലും ഉപയോഗിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് പോലും ATM അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും നാളെ എന്നതറിയാത്തത്. 12 മണിക്ക് ശേഷം 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ വാലിഡ് അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയാണ്. പുതിയ നോട്ടുകൾ പുതിയ രീതിയിൽ ഇറക്കും. അത് മാറാനായി ഡിസംബർ 30 വരെ സമയമുണ്ട്. എന്നാൽ നാളെയും മറ്റന്നാളും ATM-കൾ ഉണ്ടാകില്ല, ബാങ്കുകൾ ഉണ്ടാകില്ല. ആശുപത്രികൾ അടക്കം ഉള്ള അവശ്യ സർവീസുകൾക്കൊക്കെ തന്നെയും ഈ പണം സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഈ പണം സ്വീകരിക്കാത്തതുകൊണ്ട് ശസ്ത്രക്രിയ തടസ്സപ്പെട്ട ഒരു രോഗിയുടെ ദയനീയാവസ്ഥയും നമ്മളുടെ ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ.